നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. അടിയന്തരാവസ്ഥയുടെ നേർക്കാഴ്ചയായി മൂവാറ്റുപുഴയിൽ മിസ ദി ലാസ്റ്റ് ബ്രീത്ത് നാടകം അരങ്ങേറി. ത്രിവേണി സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി ടൗൺഹാൾ മൈതാനിയിലായിരുന്നു നാടകാവതരണം. ഭരണകൂട ഭീകരതയുടെയും കരിനിയമങ്ങളുടെയും ഇരുണ്ട കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നാടക സാമൂഹ്യ പ്രവർത്തകയായ സ്നേഹലത റെഡ്ഡിയുടെ ജീവിതകഥ പറയുന്ന മിസ ദ ലാസ്റ്റ് ബ്രീത്ത് നാടകം മൂവാറ്റുപുഴയിൽ ഹൃദയസ്പർശിയായ അനുഭവമായി മാറി. CPIM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ത്രിവേണി സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി ടൗൺഹാൾ മൈതാനിയിലായിരുന്നു നാടകാവതരണം. തിങ്ങി നിറഞ്ഞ സദസ്സിന്റെ വലിയ കയ്യടിയും പങ്കാളിത്തവുമാണ് നാടകത്തിന് ലഭിച്ചത്. കാണികളുടെ ആകാംക്ഷയും ആവേശവും ഓരോ രംഗത്തും പ്രകടമായിരുന്നു. ഫാസിസ്റ്റ് പ്രവണതകൾ തലപൊക്കുന്ന ഇക്കാലത്ത് ഇത്തരം നാടകങ്ങളുടെ പ്രസക്തി എന്താണെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു കാണികളുടെ മികച്ച പ്രതികരണം. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ 1976 മെയ് 2 മിസ പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട് ബംഗളൂരു സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ട സ്നേഹലത റെഡ്ഡിയുടെ ജീവിതമാണ് നാടകത്തിന്റെ ആധാരം. ജയിലിലെ കൊടും പീഡനങ്ങൾ മൂലം ആരോഗ്യം തകർന്ന് 1977 ജനുവരി 15 പരോളിൽ പുറത്തിറങ്ങി 5-ാം നാൾ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന അവരുടെ ദുരന്തകഥ ഇത് കണ്ണീരോടെയല്ലാതെ കാണാനാകില്ല. സ്നേഹലത റെഡ്ഡി ജയിലിൽ എഴുതിയ നടുക്കുന്ന ഡയറിക്കുറിപ്പുകളാണ് ഈ നാടകത്തിന്റെ തിരക്കഥയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. വെറും 90 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ നാടകത്തിൽ 4 അഭിനേതാക്കൾ മാത്രമാണ് വേഷമിടുന്നത്. എന്നാൽ അതിശയകരമെന്ന് പറയട്ടെ, ഇവർ മാറി മാറി അവതരിപ്പിച്ചത് 34 കഥാപാത്രങ്ങളെയാണ്. സ്നേഹലത റെഡ്ഡിയായി ചിന്നു സിലങ്ക അരങ്ങിൽ ജീവിക്കുകയായിരുന്നു. കാണികളുടെ നെഞ്ചിൽ തറയ്ക്കുന്ന പ്രകടനമാണ് ഓരോ അഭിനേതാവും കാഴ്ചവെച്ചത്. കോഴിക്കോട് ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്റർ അവതരിപ്പിച്ച ഈ ശക്തമായ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ബിച്ചു ചിലങ്കയാണ്. നാടകം സമാപിച്ചപ്പോൾ CPIM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. സ്വാതന്ത്ര്യത്തിന്റെയും ജാതിമത രാഷ്ട്രീയ അതിരുകൾക്കപ്പുറമുള്ള മനുഷ്യസ്നേഹത്തിന്റെയും സന്ദേശം വിളിച്ചോതിയ ഈ നാടകം മൂവാറ്റുപുഴയിലെ കലാസ്വാദകരുടെ ഹൃദയത്തിൽ മായാത്ത മുദ്രയാണ് പതിപ്പിച്ചത്. ഈ നാടകം ദർശിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ ഇത്തരം അർത്ഥവത്തായ നാടകങ്ങൾ ഇനിയും ഇവിടെ വേണമെന്ന ആവശ്യവുമായാണ് കാണികൾ പിരിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ഏത് കടയിൽ നിന്ന് വാങ്ങിയ നിങ്ങളുടെ പഴയ സ്വർണവും എക്സ്ചേഞ്ച് ഓഫറിലൂടെ വിലയിൽ വ്യത്യാസമില്ലാതെ ജയ്കോയുടെ HUID സ്വർണ്ണാഭരണമായി മാറ്റിവാങ്ങാം. നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഉയർന്ന വില, ഉടൻ പണം. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജയ്കോ ജുവൽസ് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ട്രെൻഡി കളക്ഷൻസുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം.